ഇനി അടുത്തത് പുണർദം നക്ഷത്രമാണ്. നന്നായി ചിന്തിച്ചു മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് പുണർദം നക്ഷത്രക്കാരോട് എടുത്തു പറയേണ്ട കാര്യമാണ്. മക്കൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട്. ബന്ധങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്താൽ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക. വസ്തുതർക്കത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ്. ജോലിഭാരം വർദ്ധിക്കും. കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മെച്ചം ജീവിതത്തിൽ ദൃശ്യമാകില്ല എന്നുള്ളതാണ്. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതെ നോക്കണം. പുണ്യയാത്രകളോ ഉല്ലാസയാത്രകളോ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മാസമായിരിക്കും ഇത്. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനി അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നല്ല പരിശ്രമം വേണ്ടതായിട്ട് വന്നേക്കാം. വീട് പണിയുന്നവർ അല്ലറ ചില്ലറ തടസ്സങ്ങളിലൂടെ കടന്നുപോകും. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും ഉപേക്ഷാ മനസ്ഥിതിയും ഉണ്ടാകും. സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുക.